ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് കോഴിക്കോടേക്ക് പോകാൻ കേട്ടോ. നമ്മളിപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി ടിക്കറ്റ് എടുത്ത് ഞാൻ കോഴിക്കോടാണ്. ചുമ്മാ വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാൻ മാത്രമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് രാവിലെ പോയായിരുന്നു, എന്നാലും നൈറ്റ് പോകാനാണ് ചങ്ങാതി പറഞ്ഞത്. നൈറ്റ് പോകാം, നമുക്ക് കുറച്ച് വൈബാക്കാൻ. അങ്ങനെയാണ് കേട്ടോ വന്നത്. എത്ര ഉണ്ട്? ഒന്നുകൂടി. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലിട്ട് കാല് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞില്ലേ, കാസർഗോഡ് കുറച്ച് മാറിയിട്ടാ ഞാൻ വരെ കുറേ ആയിട്ട്. ഹലോ സുഹൃത്തുക്കളെ, ഗുരുത്വം കുറഞ്ഞു. ചായലൊക്കെ എന്ത് ടേസ്റ്റിലാ. നമ്മളിവിടെ കുടിക്കുകയാണെങ്കിൽ കുടിക്കുന്നത് തറപ്പിച്ചത്. ഫാൻറ്റടിക്ക് പോവാ. നമ്മൾ കയറുന്ന ട്രെയിനിൽ അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. തിരക്കുണ്ടാപ്പണേ ഞാൻ നോക്കാം. ഒരു ഫാനുണ്ട്, ഞങ്ങളും we are waiting for my train. Okay. ഇതിനൊരു അന്തി ഇല്ലേ? പട്ടണത്തിന് ട്രെയിൻ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അന്തുപെട്ട് അങ്ങനെ നീലേശ്വരം എത്തിയിട്ടാ. അങ്ങനെ കണ്ണൂർക്കും എത്തി, അങ്ങനെ തലശ്ശേരി എത്തി, അങ്ങനെ വടകര എത്തി. വേറൊരു സ്ഥലമുണ്ട് ഗൈസ്, അങ്ങ് കാസർഗോഡ് നിൽക്കാൻ തുടങ്ങി. ഫൈനലി എത്തിയിരിക്കാൻ സുഹൃത്തുക്കളി. എന്നതാ പ്ലാൻ എന്താണ്? അറിയില്ല ഗൈസ്, എന്താക്കണം. ഗൈസ്, നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോം തേടിക്കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. കാരണം നമുക്ക് ഇവിടുന്ന് കിടന്നുറങ്ങണം. സമയം ഇപ്പോൾ 3:15. ഓക്കെ, ചുമ്മാ ഒരു രസത്തിന് രാത്രി ഇറങ്ങിയാണ് കേട്ടോ. ഒരു കാര്യമില്ല, രാവിലെ എണീക്കാൻ കുറച്ച് കയ്യാന്ന് പറഞ്ഞുകൊണ്ട് നൈറ്റ് തന്നെ ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ 3:15 എത്തി. ഇവിടുന്ന് ഉറങ്ങണം. പിന്നെ മൊബൈലൊക്കെ ഫുൾ ചാർജർ ആക്കണം. കുറച്ച് അങ്ങോട്ടേക്ക് ഇനി വ്ളോഗ് എടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ സമയം 4:30, രാവിലെ 4:30. രാവിലെ 6 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഹോട്ടലിലൊക്കെ ഒരു ഹോട്ടലിന് വേണ്ടി കറങ്ങിയാണ് സുഹൃത്തുക്കളെ. ഹോട്ടലിന് കണ്ണാടിയാ
കണ്ണാടിയാ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നു? വീടുണ്ടോ? അത് നമ്മള് കാസർഗോഡ് ബ്രാഞ്ച് കുറെ ആക്കി നീക്കിയാണ്. ഹോട്ടൽ തപ്പി ആര്യ ഭവനിൽ വരെ എത്തി. പക്ഷെ തുറന്നിട്ട കാരണം വെച്ചാൽ ഇന്ന് ഗ്യാസിൻ്റെ സ്ട്രൈക്കാണ്. അതായത് മറ്റേ ഗ്യാസിനൊക്കെ വില ജാസ്തിയാകുന്നത് കൊണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാ കടകളും ഇന്നൊരു ദിവസത്തേക്ക് ഒരു തരം ഇതുണ്ടാവില്ല, സ്ട്രൈക്ക് ഇടുന്നു. അതുകൊണ്ട് ഇവിടെ ഫുഡ് കിട്ടാൻ ചാൻസ് കുറവ്. അതുകൊണ്ട് നമ്മൾ വല്ല ബാക്കറിയിലായിട്ട് ഞാൻ തേണ്ടി വരും നോക്കണം. ഇനിയിപ്പോൾ ലുലു മാൾ നോക്കണം. ലുലു മാൾ ഇത് അവസ്ഥയാണ് തേഞ്ഞു. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് ഇവിടെ നടന്നിട്ട് ട്രെയിൻ വീട്ടിലേക്ക് പോകാൻ ഒരു വഴിയില്ല. ദെൻ ഫൈനലി ഒരു ചായ സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഹോട്ടൽ ടൈപ്പല്ല, ചെറിയൊരു ചായ ചെറിയ കടി അങ്ങനെയാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞൂടാ, നോക്കാം. സ്റ്റാൾ കുറേ വിളിക്കണ്ടേ മതി. അങ്ങനെ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. വിശന്നിട്ട് കഴിഞ്ഞില്ല. അത് പെട്ടെന്ന് തലയിരിക്കും. കഴിച്ചു നോക്കി റിവ്യൂ പറയണം. എൻ്റെ വീഡിയോ ഒക്കെ റിവ്യൂ പറഞ്ഞില്ല കൊല്ലുന്നതിനാണ്. പൈച്ച പൈപ്പിലെല്ലാം ടേസ്റ്റ് ആയിട്ട് തോന്നല്ലേ. നമ്മളെ മറ്റേ ടീ കേട്ടല്ലേ, ജാസ് പോലത്തെ അല്ലേ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിറങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ഹോട്ടലില്ല, എല്ലായിടത്തും വെച്ച് അഡ്ജസ്റ്റ് ആക്കി കുടിച്ചു. സോ എല്ലാത്തിനും അഡ്ജസ്റ്റ് ആക്കി കുടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആടറാ ലുലു മാളല്ലേ, ഇനി ലുലു വെച്ച് പിടിക്കുകയാണ്. അതിന് റിക്ഷ കിട്ടണ്ടേ? നോക്കാം, കിട്ടില്ല നോക്കാം. ബസ്സിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് രാവിലെ അല്ലേ? എങ്ങനെയാ? ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. നടന്നാലോ? നടക്കാം. എൻ്റെ ഫുഡ് കണ്ടിക്കാം. നടക്കാൻ കുഴപ്പമൊന്നും വൈബ്സ്. രാവിലെ തന്നെ നടക്കാൻ സുഹൃത്തുക്കളി. ഷെയ്ക്ക് ഒഴിവാക്കി സെറ്റ് സാധനം. അത് ഗിംബലാണെന്ന് പറഞ്ഞത്. ഗിംബൽ നടക്കാൻ കഴിയാം. ഇപ്പം ചായ കുടിച്ച് നമ്മളാ ലുലു മാളിൽ തുറന്നിട്ടില്ല. 9 മണിയാവുമല്ലോ. 9 മണി സമയം എത്രയാണ് അപ്പോൾ? സമയം എത്ര? 7 മണി. 2 മണിക്ക് എന്ത് തേങ്ങ നമുക്ക് കാര്യം ചെയ്യാം. ലുലു മാളിൽ 10 പരിപാടിയല്ല. ഓക്കെ, ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഞാൻ നേരെ ഇട്ടോണ്ടല്ലേ സുഖം തരാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം എത്രയാ? 7:36. 1.5 മണിക്കൂറാണ് ആ സാമാൻ ആ ലുലു മാൾ നോക്കാണ്. 10 മണിക്ക് 9 മണിക്ക് പറഞ്ഞേ. ആ 9 മണിക്ക് രാവിലെ വരണേ. എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ നടക്കും അറിയത്തില്ല. ലുലു മാൾ തുറക്കുന്ന നേരം നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ പോയിരിക്കാൻ. നമ്മൾ അടുത്ത റിക്ഷ പിടിച്ച് നേരെ ബീച്ചിലോട്ട് പോയിട്ടാ. ഹലോ സുഹൃത്തുക്കളി, നമ്മളതിന് ബീച്ചിലോട്ട് വന്നിട്ടാണ്. പക്ഷെ നമ്മ
സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. സൺസ്ക്രീൻ എന്ത് തേങ്ങ അല്ല അല്ല ഉറക്കം പറ്റും കിടന്നുറങ്ങിയല്ല റേറ്റ് അത് ഹെലിപ്പാഡല്ലേ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ളത് അല്ലേ ഹെലിപ്പാഡല്ലേ നമുക്കൊരു ഭൂപൻ ഇട്ടിട്ടുണ്ട് കേസ് ഇത് കാണില്ലേ ആളിച്ചിരി കുട്ടപ്പനാണ് സാർ. നമുക്കിനി ഭൂപെന്ന് പേരിടാം ഇത് സെറ്റാക്കി ഏത് കോടാമഞ്ഞ് അവർ മീൻ പിടിക്കും. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിടുന്ന നേരെ ഇനി ലുലു മാളിലേക്ക് പോവാണ്. കാരണം വെച്ചാൽ ടൈം കുറേ ആയില്ലേ. ഇനി ലുലു മാളിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടാവും. ഈ ചേട്ടൻ സീനാണ് കേട്ടോ. ഈ ചേട്ടനെല്ലാം നമുക്ക് പറഞ്ഞു തന്ന് ഇവിടെ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ മീറ്റിട്ട് തന്നെ ഓടിക്കണം, മീറ്റിടാതിരിക്കുന്നുണ്ട് അവരോട് പറയണം, മീറ്റിടാൻ പറയണം എന്നൊക്കെ ഇവർ നല്ല നേരെ പറഞ്ഞു തന്നു കേട്ടോ. പോരാത്തതിന് കുറേ അമ്പലങ്ങളൊക്കെ ഇവർ കാണിച്ചു തന്നു ഇവർ പോകുമ്പോൾ. ഹലോ ഗൈസ്, അപ്പോൾ റിട്ടേൺ നമ്മൾ ലുലു മാളിലൊക്കെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:08 10:08 നമ്മൾ റിട്ടേൺ ലുലു മാളിൽ എത്തി. അതായത് ഈ ഒരു ലുലു മാൾ തുറന്നിട്ട് 1 മണിക്കൂറായി. 9 മണിക്ക് തുറക്കുന്നു പറഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ള നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് സെറ്റായിട്ട് കുറച്ച് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുണ്ട് ഇല്ല അടിക്കില്ല. ഫസ്റ്റ് ഇടാണ് കേട്ടോ. കുറേ മാർഷലിൻ്റെ വലിയ സ്പീക്കറാണത്. കയറിയില്ല വില നോക്കുക 60,000 രൂപ. ഇത് 15,000 റുപ്യന്. ഇത് കുറെ ഫേക്ക് ഉണ്ട്. ഇനി 20,000 രൂപയാണ്. ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ്, 30 hours variable time, 2 stereophonic. ഓക്കെ, സിനിമ ഫസ്റ്റത്തെ ഈ ഒരു ഇമാജിന്ന് കടന്നിട്ട് അല്ല അടുത്ത രീതിയിലേക്ക് പോകണം. ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു കേസ് വരുന്ന സമയത്ത്. മറ്റേ ഇതില്ലേ അത് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടാ കഴിഞ്ഞില്ല. മറ്റേ ഇതില്ലേ അഖിലിൻ്റെ ഒരു കോഫിക്ക് എത്ര പൈസ ഉണ്ടായത്? ഇതിപ്പോൾ സ്റ്റാർബക്സ് ഇട്ടുണ്ടായിട്ടാ. ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു പ്രോഗ്രാം. ഞായറാഴ്ച ഉണ്ടാവും തോന്നുന്നു. ഒരാൾക്ക് മതി, ഒരാളുടെ എക്സ്പീരിയൻസ് നോക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റോക്ക് അടിക്കും. അയ്യേ സാധനം വീട്ടിലേക്ക് മേടിച്ചാൽ കൊള്ളാം. 1,20,000 രൂപ എടുത്തലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് എൻട്രി കൊടുക്കാം. ഇല്ലാത്ത ബാക്ക് പെയിൻ വന്ന പോലെ തോന്നുന്നു. ഇല്ലാത്ത ബാക്ക് പെയിനാ? ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് കയറി, അപ്പോൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്നു. ഓക്കെ, സോ നമ്മൾ ഇനി ഹൈപ്പർ മാർക്കറ്റിലോട്ട് എൻട്രി കൊടുക്കണം. ഒരു കാര്യമില്ല, വെറുതെ കയറുന്നത് അത്ര തന്നെ. നമ്മൾ ആടുണ്ട് 150 റുപ്യ. 150 റുപ്യ എത്ര അല്ലെങ്കിൽ 150 കുറച്ച്. ഇതെന്താ ഇത്? അത് കുബൂസ് കുറച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്. ഇതെല്ലാം കൊണ്ട് തന്നെ പേയ്മെൻറ്റ് എടുത്തിട്ട് എൻ്റെ ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ കഴിക്കാൻ പോകണം സുഹൃത്തുക്കളെ. ഇതെല്ലാം വന്നല്ലേ, ഇതൊരു വാങ്ങിക്കാൻ പോകാൻ ശരിയല്ലല്ലോ. ഓക്കെ, ഒരെടുത്ത് ഉണ്ട്. ഭയങ്കര
കഴിച്ച് ഇനി ജസ്റ്റ് ഒന്ന് മോളിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ കോട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായി. പിന്നെ ഈ ഗെയിമിംഗ് സെക്ഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ തൊട്ട് താഴെ ഒരു മൊബൈലിൻ്റെ ഒക്കെയുള്ള ഗാഡ്ജറ്റ് സെക്ഷൻ ഉണ്ട്. സോ അതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. വേണ്ടത് നോക്കുക. $450 അപ്പോൾ കഴിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇനി മിഠായി തെരുവിൽ പോകണം. അത് കഴിഞ്ഞാൽ നേരെ റെയിൽവേ സ്റ്റേഷൻ ബീത്. ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, ലുലു മാളിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളി. ലുലു മാളിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് മിഠായി തെരുവിൽ പറ്റി കുറച്ച് വീട്ടിലേക്ക് വല്ല അലുവ അങ്ങനെ വാങ്ങിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. നേരെ വീട്ടിലേക്ക് പോകണം. 10 മണിക്കൂർ. ഓക്കെ. ഇതപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുന്നുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ പൊന്നടാ വീട് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറും ലേറ്റായിട്ട് പോകാം. ടിക്കറ്റ് കിട്ടി കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാണ്ട്. പ്ലാറ്റ്ഫോം ഇമ്മാതിരി പക്ഷെ 4:30-ആണെന്ന് തോന്നുന്നു കഴിച്ചത്. ബട്ട് നമ്മൾ 5 മണിക്കാണ്. കുറച്ചും കൂടി ആൾക്കാർ കുറയുമെന്ന് തോന്നുന്നു. എല്ലാത്തും ഇങ്ങനെ ആണല്ലോ. കാഞ്ഞങ്ങാടെത്തി. സമയം ഇപ്പം എത്ര ആയാൽ 7:54. വീട്ടിൽ പോകുന്നു. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് കാസർഗോഡാണ്. പരശുരാമ എക്സ്പ്രസ്സിലെത്താം നമ്മളുള്ളത്. ഫൈനലി നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളി. അപ്പോൾ എട്ട് 13 നമ്മൾ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളി. ഗൈസ്, ഈ ഒരു കാർഡ് കൊടുത്ത് നമ്മളെ വണ്ടി തിരിച്ചെടുക്കണം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.